പീസ് കറിവേപ്പില. ഇനി നമ്മൾ വന്നിട്ടുണ്ട് പീസ് പോലെയും പിന്നെ ഒരു ജ്യൂസായിട്ട് കേട്ടോ. സോറി കേട്ടോ, എൻ്റെ ശബ്ദം ശരിയായിട്ടില്ല, ജലദോഷം മാറുന്നില്ല കേട്ടോ, എല്ലാവരും ക്ഷമിക്കുക. പിന്നെ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം കേട്ടോ. ഒരു ബോൾ എടുക്കുക, അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കുക. ഈസ്റ്റ് എടുക്കുമ്പോൾ ഡേറ്റ് ഉണ്ടെന്ന് നോക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. പിന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ ടീസ്പൂൺ കൊണ്ട് എടുത്തിട്ടുണ്ടായിരുന്നേ. അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. പിന്നെ ഒരു 10 മിനിറ്റ് ഇതൊന്ന് നമുക്ക് മൂടി വെച്ചിട്ട് സൈഡിലേക്ക് വയ്ക്കുക. അതിനുശേഷം നമുക്ക് ഇഷ്ടമൊക്കെ വന്നിട്ടുണ്ട്, ഒന്നുകൂടി മിക്സ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് മൈദമാവ് എടുക്കണം കേട്ടോ. മൈദമാവ് 2 കപ്പാണ് എടുത്തിട്ടുള്ളത്. പിസ്സ പോലെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. വീഡിയോ ഇഷ്ടമാണെന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. 1 കപ്പ് വെള്ളം മാറ്റി വയ്ക്കുക. അതിനുശേഷം നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ആദ്യം തന്നെ നമുക്ക് മിക്സ് ചെയ്ത് വെച്ചില്ലേ, ആ സമയത്ത് ഉപ്പിട്ട് കൊടുത്താൽ കുഴപ്പമുണ്ടാവില്ല കേട്ടോ, ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നേ. പിന്നെ നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇന്നെ നന്നായിട്ട് കുഴച്ചിട്ട് ഇതൊന്ന് സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. ഒരു 2 മണിക്കൂറെങ്കിലും ഇത് നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. മൂടി വെച്ചിട്ട് ഇത് സൈഡിലേക്ക് വയ്ക്കുക. ഇനി നമുക്ക് പിസ്സ ബോളിലേക്ക് ചിക്കൻ എടുക്കാം കേട്ടോ. ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക. 1 ടേബിൾ സ്പൂൺ തൈര് എടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുക്കുക. പിന്നെ കാശ്മീരി മുളക് പൊടി 1.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു മീറ്റ് മസാല എടുത്തിട്ടുണ്ട്. അത് 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് കൊടുത്തിട്ട്, പിന്നെ വേണ്ടത് നമുക്ക് കുറച്ച് മുളക് പൊടി വേണം കേട്ടോ. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയേ. നമ്മൾ നേരത്തെ ഡബിലോ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് വെച്ചിട്ടുണ്ടേ. ഇതെല്ലാം കൂടിയിട്ട് നോക്കിയിട്ട് ചേർത്താൽ മതി കേട്ടോ. ഇനി ഇതൊരു 10 മിനിറ്റ് നമുക്ക് മാറ്റി വയ്ക്കുക. കണ്ടാൽ നമ്മൾ മാവൊക്കെ ഒന്ന് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. സോറി, നമ്മുടെ ഡബൊക്കെ പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. ഒന്നുകൂടി മിക്സ് ചെയ്തിട്ട് ഒന്ന് സൈഡിലേക്ക് വയ്ക്കുക. ഇനി നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടില്ലേ, അതൊരു 10 മിനിറ്റ് ശേഷം നമുക്ക് ഇത് ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ക്യാപ്സിക്കം, 1 തക്കാളി പകുതി എടുത്തിട്ടുണ്ട്. 1 തക്കാളിയിൽ പകുതി എടുത്തിട്ടുണ്ട്, കുരു എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ 2 കളറുള്ള ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. 1 സവോള എടുത്തിട്ടുണ്ട്. ക്യൂബ്സ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് വെക്കാം കേട്ടോ. ചെറുതായിട്ട് ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമ്മൾ ചിക്കനിലേക്ക് ഇതെല്ലാം കൂടിയിട്ട് ഇട്ട് കൊടുക്കുക. തക്കാളീൻ്റെ കുരു മാറ്റിയിട്ടുണ്ട്, അങ്ങനെ എടുത്താൽ മതി കേട്ടോ. ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്തിട്ടെടുക്കുക കേട്ടോ. കാണുമ്പോൾ തന്നെ തോന്നുന്നില്ലേ, നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കണ്ട, നമ്മൾ ഡവ് എടുക്കാം കേട്ടോ. ഈസി ആയിട്ട് ഉണ്ടാക്കിയിട്ടെടുക്കാൻ പറ്റും. അടുത്ത ശേഷം ഇങ്ങനെയാണ് ഒന്നുകൂടി പരത്തിയെടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഇങ്ങനെ റോൾ ചെയ്ത ശേഷം നമുക്ക് ചെറിയ ചെറിയ ബോൾസായിട്ട് ആക്കണ്ടേ, അതുകൊണ്ട് കട്ട് ചെയ്തിട്ടെടുക്കുക. ഈക്വലായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കുക കേട്ടോ. കണ്ട, ഈ സൈസിൽ എടുക്കണം കേട്ടോ. കണ്ട, ഇങ്ങനെ നമുക്ക് പരത്തിയെടുക്കാം കേട്ടോ. ഭയങ്കര നൈസല്ല, ഭയങ്കര കട്ടിയായിട്ടുമല്ല കേട്ടോ. കണ്ട, നമ്മൾ 2 വിരൽ കൊണ്ട് തൊട്ട് നോക്കുമ്പോൾ ചെറിയൊരു പീസ് ഉണ്ടാവില്ല, ചെറിയൊരു കട്ടി ടൈപ്പ് ഉണ്ടാവില്ല, അങ്ങനെ പരത്തിയെടുക്കണം കേട്ടോ.
ഇനി നമുക്ക് ഒരു ഫ്രോക്ക് വെച്ചിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കാം കേട്ടോ. എല്ലാം കൂടിയിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. നമ്മൾ ദോശക്കല്ലല്ലേ അത് തന്നെ കേട്ടോ. ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കാം കേട്ടോ. 2 സൈഡ് ജസ്റ്റ് ഒരു 2 മിനിറ്റ് മതി കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി അത് നമുക്ക് എല്ലാം കൂടിയിട്ട് അങ്ങനെ ചെയ്തിട്ട് എടുക്കുക. ഇനി നമുക്ക് ഒരു ബൗളെടുക്കുക. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കച്ചപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ മയോനൈസ് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇനി ഒരു പാൻ എടുക്കുക. അതിലേക്ക് നമ്മൾ നേരത്തെ പരത്തി വെച്ചില്ലേ പിസ്സയുടെ ഡവ്, അത് നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. വെച്ച് കൊടുത്ത ശേഷം നമ്മൾ മിക്സ് ചെയ്ത് മയോനൈസും കച്ചപ്പ് കൂടിയിട്ട് ഇതിലേക്ക് ഇട്ട് ഒന്ന് ഇതാക്കി കൊടുക്കുക കേട്ടോ. സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചിക്കൻ മസാല ഇതിലേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. വെച്ച് കൊടുത്ത ശേഷം കുറച്ച് കൂടുതൽ തന്നെ മസാല ചീസ് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അടുത്തതെടുത്ത് നമുക്കിങ്ങനെ പ്രസ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് വെച്ചപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് കുറച്ച് മോസറല്ല ചീസ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് ഇതിലേക്ക് ചീസിൻ്റെത് ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. മോസറല്ല ചീസ് ഇട്ട് കൊടുത്ത ശേഷം ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുക കേട്ടോ. വെച്ച് കൊടുത്ത ശേഷം നമ്മൾ ക്രഷ്ഡ് ചില്ലിയില്ലേ അത് നമുക്ക് ഒരു ടീസ്പൂൺ എടുത്തിട്ട് ഒന്ന് വെതിരി കൊടുക്കുക കേട്ടോ. വെതിരി എടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ഒരു 2-3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. കണ്ട അപ്പോൾ ഇങ്ങനെ മോസറല്ല ചീസൊക്കെ മെൽറ്റായിട്ട് കിട്ടും കേട്ടോ. കണ്ട കാണുമ്പോൾ അടിപൊളിയായിട്ടില്ലേ? കഴിക്കാൻ തോന്നുന്നില്ലേ? ഉണ്ടാക്കി നോക്ക്. അടിപൊളി ടേസ്റ്റ് കേട്ടോ. പിന്നെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു ജ്യൂസ് കുടിക്കാം കേട്ടോ. നമുക്ക് ജ്യൂസ് ഉണ്ടാക്കിയാലോ? കിവി ഉണ്ട് കേട്ടോ. കിവി കൊണ്ട് ജ്യൂസ് ഉണ്ടാക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. ഒരു 3 കിവി എടുത്തിട്ടുണ്ടേ. കുറച്ച് CSC എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിനാണ് ഇങ്ങനെ എടുക്കാറുണ്ട് കേട്ടോ. ഒന്ന് കഴുകിയിട്ട് എടുക്കണേ. ഇങ്ങനെ ചെയ്യാറുള്ളത് എല്ലാവരും ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് അറിയില്ല. ഡയറക്റ്റായിട്ട് വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെക്കേണ്ട. കണ്ട ആ വെള്ളത്തിൽ കണ്ട അഴുക്കുള്ളത് ഇത്തിരി കഴുക്കുണ്ടാവട്ടെ. ഡയറക്റ്റായിട്ട് നിങ്ങൾ ഇത് സോക്ക് ചെയ്യാനായിട്ട് വെക്കേണ്ട. ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു അരപ്പില വെച്ചിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ട് ഒന്ന് കഴുകിയെടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് സോക്ക് ചെയ്യാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. മിക്സ് ചെയ്തിട്ട് ഇത് സൈഡിലേക്ക് വെക്കുക. അപ്പോൾ നമുക്ക് CSC കഴിക്കുമ്പോൾ അത് കുറച്ച് മധുരം ഉണ്ടാവും കേട്ടോ. അങ്ങനെ ചെയ്തിട്ടെടുത്താൽ. പിന്നെ നമുക്കൊരു ചെറിയൊരു മിക്സിയുടെ ജാർ എടുക്കുക. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് കിവി ഇട്ട് കൊടുക്കുക കേട്ടോ. കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുക. നിന്ന് അഴിച്ചു കൊണ്ടുവരാം കേട്ടോ. കണ്ട ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ഇറക്കേണ്ട. അതിൻ്റെ കുറിയില്ലേ ഒരു കയ്പ്പ് പോലത്തെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ ആക്കിയെടുത്താൽ മതി. നമുക്കൊരു ഗ്ലാസ് എടുക്കാം.
കുറച്ച് ഡെക്കറേഷൻ ചെയ്തിട്ടെടുക്കാം. കുറച്ച് പതിനെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെയാണ് ചെറുതായിട്ട് ചതച്ചിട്ടെടുത്താൽ മതി. ഗ്ലാസ് പൊട്ടിട്ട് കേട്ടോ ചതച്ചിട്ടെടുക്കുമ്പോൾ എൻ്റെ ശബ്ദമൊന്നും ശരിയായിട്ടില്ല കേട്ടോ. ഓക്കെ, ഞാൻ 2 ഗ്ലാസ്സിലാണ് ഇട്ടെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മിക്സിയുടെ ജാറ് ചെറുതിലല്ലേ അരച്ച് കൊണ്ടുവന്നിട്ട് കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചെടുക്കുക കേട്ടോ. ഞാൻ മധുരം ചേർത്തിട്ടില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ മധുരം ചേർത്ത് കൊടുക്കുക കേട്ടോ. 2 ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് വെച്ചെടുക്കട്ടോ. എന്നിട്ട് കുറച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ, ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കട്ടെ. നമ്മൾ ചിയ സീഡ് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഇനി നമുക്കിതിലേക്ക് തണുത്ത വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ കുടിച്ച് നമുക്ക് അടിപൊളി ടേസ്റ്റ് കേട്ടോ. കുറച്ചുകൂടി മണ്ണിഷ്ടം വേണ്ടിയിട്ട് പുതിനെല്ലാം ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇത്രയല്ല കേട്ടോ. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.